നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ പ്രവാസികൾ വലിയ ആവേശത്തിലാണ്. തങ്ങൾക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് എന്ന പോലെ പലരും നാട്ടിലേക്ക് പണം അയക്കാനുള്ള ധൃതിയിലാണ്. ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. $1 80.74 എന്ന നിലയിലേക്ക് ഇന്ത്യൻ രൂപ ഇടിഞ്ഞു. ഇതോടെയാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കാൻ പ്രവാസികൾ തിരക്ക് കൂട്ടുന്നത്. വ്യാഴാഴ്ച രാവിലെ UAE ദിർഹത്തിന് 21.92 രൂപ വരെ ലഭിച്ചു. 22.03 രൂപ എന്ന നിലയിലേക്കും ഇന്നലെ എത്തി. എമിറേറ്റ്സ് NCBD വഴി പണം അയച്ചവർക്ക് 21.86 രൂപ വരെ ലഭിച്ചു. ഇന്ത്യൻ രൂപയ്ക്കെതിരെ ദിർഹത്തിന്റെ റെക്കോർഡ് നിരക്കാണിത്. നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികളുടെ എണ്ണവും ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. അതേസമയം നാട്ടിൽ പണപ്പെരുപ്പം രൂക്ഷമായതിനാൽ പ്രവാസികൾക്ക് കാര്യമായ ഗുണം ലഭിക്കില്ലെന്നാണ് സാമ്പത്തിക മേഖലയിലുള്ളവർ പറയുന്നത്. വിദേശ വിനിമയ ഇടപാടിൽ ഗൾഫ് കറൻസികൾക്ക് ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തർ റിയാലിന്റെ വിനിമയ നിരക്ക് 22 രൂപ ലഭിച്ചു. UAE ദിർഹത്തിന്റെ മൂല്യവും 22 രൂപയിലെത്തി. സൗദി റിയാൽ 21.48 പൈസ, ഒമാൻ റിയാൽ 210.20 പൈസ, ബഹ്റൈൻ ദിനാർ 214.36 പൈസ, കുവൈത്ത് ദിനാർ 261.15 പൈസ എന്നിങ്ങനെയാണ് വിനിമയ നിരക്ക്. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്തിയതോടെയാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയാൻ കാരണം. രൂപയുടെ മൂല്യം ഏറ്റവും വലിയ ഏകദിന ഇടിവിലേക്കാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. US ഡോളറിനെതിരെ രാവിലെ രൂപയുടെ വിനിമയ നിരക്ക് 80.2850 ആയിരുന്നു. എന്നാൽ ഓഹരി വിപണി വ്യാപാരം അവസാനിക്കുമ്പോൾ രൂപയുടെ മൂല്യം US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ റെക്കോർഡ് താഴ്ന്ന നിലയിലേക്കെത്തി. 80.86 എന്ന റെക്കോർഡ് താഴ്ചയിലാണ് രൂപയുടെ മൂല്യം നിലവിലുള്ളത്. ഫെബ്രുവരി 24 ശേഷം ആഭ്യന്തര കറൻസിയിലുണ്ടായ ഏറ്റവും വലിയ ഒറ്റദിന ഇടിവായിരുന്നു ഇത്. രൂപയുടെ മൂല്യ തകർച്ച തടയാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രംഗത്തിറങ്ങിയാലും അത് എളുപ്പമായിരിക്കില്ലെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. രൂപയുടെ മൂല്യ തകർച്ച തടയാൻ റിസർവ് ബാങ്ക് ഡോളർ വിറ്റുവെന്നുള്ള വാർത്ത ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം രൂപയുടെ മൂല്യം 80 മുകളിൽ എത്തുന്നത് തടയാൻ വേണ്ടി ജൂലൈയിൽ മാത്രം സെൻട്രൽ ബാങ്ക് $19 ബില്യൺ അതിന്റെ കരുതൽ ധനത്തിൽ നിന്നും വിറ്റഴിച്ചതെന്നാണ് റിപ്പോർട്ട്.